നമസ്കാരം, ഞാൻ ഡോക്ടർ വാണിദേവി, സൈക്കോളജിസ്റ്റാണ്. വിഷാദം എന്നുള്ള ഒരു പദം നമ്മളിപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ്. പലപ്പോഴും വെറുതെ സങ്കടം വരുന്ന ഒരു സമയത്ത് പോലും നമ്മൾ വിഷാദ രോഗമാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷാദ രോഗം? വിഷാദ രോഗം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു അവസ്ഥയാണ്. പൊതുവെ നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളുടെ പുറത്ത് നിയന്ത്രണം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ്. ഒരു മൂഡ് ഡിസോർഡർ ആണ് വിഷാദ രോഗം എന്ന് പറയുന്നത്. മുഖ്യമായും നമ്മുടെ ഈ ഒരു വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എപ്പോഴും സാഡ്നെസ് അല്ലെങ്കിൽ വിഷമാവസ്ഥ തന്നെയായിരിക്കും. എന്നാൽ ഈ സാഡ്നെസ് എന്ന് പറയുന്നത് വെറുതെ ഒരു വഴക്ക് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിനെ അല്ല നമ്മൾ വിഷാദം എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ വിഷാദാവസ്ഥ നിലനിൽക്കുകയും അതിനോടൊപ്പം ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് താല്പര്യമില്ലാതാവുകയും ആഹാര രീതികളിൽ വ്യത്യാസം വരികയും ചിലർക്ക് വിശപ്പ് കൂടാം, ചിലർക്ക് വിശപ്പ് കുറയാം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുക, ആൾക്കാരെ കാണാൻ താല്പര്യമില്ല, ശബ്ദം ഒരുപാട് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്തൊരു ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നു, നമുക്ക് പൂർണ്ണമായും ഇനി അങ്ങോട്ട് എനിക്കൊന്നുമില്ല എന്നൊരു തോന്നൽ, ആരും എന്നെ സഹായിക്കാനില്ല, ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുക, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു വിലയില്ലാതെ തോന്നുക, വെർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, പ്രതീക്ഷകൾ നഷ്ടപ്പെടുക, ഹോപ്പ്ലെസ്നെസ് തോന്നുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വരുന്ന ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വെർത്ത്ലെസ്നെസ്, ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് പലപ്പോഴും വിഷാദ രോഗാവസ്ഥയിലുള്ളവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത വിഷാദ രോഗികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ വിഷാദ രോഗികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് ഇവരുടെ സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതിൻ്റെ റേറ്റ് കുറയുക, സ്ലോ ആവുക, വാക്കുകൾ കിട്ടുന്നതിൽ അല്ലെങ്കിൽ അവർ സാധാരണ സംസാരിക്കുന്ന സ്പീഡിൽ അവർക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ഒരു കാര്യം അവർ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയായിരിക്കും, ചിലപ്പോൾ ടി വി കാണലായിരിക്കാം, ചിലപ്പോൾ അവർ വായിക്കുന്ന പുസ്തകമായിരിക്കാം, ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം, പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിപ്രഷനിൽ അതുപോലെ നമ്മൾ കാണുന്ന വേറൊരു സിംറ്റമാണ് ആൾക്കാർക്ക് ഉറക്കമില്ലാതിരിക്കുക. ഉറക്കമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലരിൽ ഉടനെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കാം. വേറെ ചിലരിൽ സാധാരണയിലും ഒരുപാട് നേരത്തെ ഉണരുകയും അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളവർ പകലും ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പൊതുവേ ഉറക്കം നഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ആൾക്കാർ പകൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് ഉറങ്ങാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിൽ വരുമ്പോൾ അവർക്ക് പകൽ ഉറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. ആ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മനസ്സിലൂടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കടന്നു പോകുന്നുണ്ട്. ആ തോട്ട്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കടന്നു പോകുന്നതാണ് പലപ്പോഴും ഈ ഉറക്കം നഷ്ടപ്പെടുന്നതിനുള്ള കാരണമായിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഈ പറയുന്ന വിഷാദ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ, അതായത് നമ്മുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗം റാഷണലായിട്ട് ചിന്തിക്കുന്ന, യുക്തിപരമായി ചിന്തിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗത്തിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ യുക്തിപരമായി നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ഇതാണ്, ഈ പ്രശ്നത്തിന് മറ്റ് പരിഹാരങ്ങളുണ്ട്, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കലല്ല ഇതിനുള്ള പരിഹാരം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വരുന്നത് ഈ ഇമോഷണൽ ബ്രെയിൻ റാഷണൽ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റാഷണൽ ബ്രെയിനിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള തെറപ്പീസാണ് പലപ്പോഴും ഹെൽപ്ഫുള്ളായി വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കളിക്കാൻ താല്പര്യം തോന്നുന്നില്ല, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇറിറ്റബിൾ ആവുക, സെക്ഷുവൽ ഡിസയർ ലൈംഗിക താല്പര്യം ഇല്ലാതാവുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ
ഒരു 2 ആഴ്ചയെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളതിനെ വിഷാദ രോഗമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടുന്നത്. അതേസമയം വിഷാദ രോഗം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹോർമോൺസുമായിട്ടും അല്ലെങ്കിൽ വൈറ്റമിൻസുമൊക്കെ ആയിട്ട് കണക്റ്റഡുമാണ്. ഈ പറയുന്ന സിംറ്റംസ് കാണുന്നതിനോടൊപ്പം നമ്മൾ അത് വിഷാദ രോഗമാണ് എന്ന് നിർണ്ണയിക്കുന്നതിന് മുന്നേ അതിനോടൊപ്പം ഒരു തൈറോയിഡ് ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ D3 ലെവൽസ് എല്ലാം നോർമലാണെന്നും അതുപോലെ സോഡിയം പൊട്ടാസ്യം ഒക്കെ പ്രത്യേകിച്ച് ഓൾഡ് ഏജിലാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം ഒക്കെ നോർമലാണെന്നും ഉറപ്പ് വരുത്തേണ്ടുന്നതും അത്യാവശ്യമാണ്. പലപ്പോഴും ഈ സിംറ്റംസ് എല്ലാം ഞാൻ ഈ മേൽ പറഞ്ഞ സിംറ്റംസ് എല്ലാം തന്നെ ഒരു തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്കോ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ളവർക്കോ ഒക്കെ കാണാൻ സാധ്യമാണ്. അപ്പോൾ ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ, ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയും അവിടെ ഒരു മനോരോഗ വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയും മെഡിസിൻ എടുക്കേണ്ടുന്നതുമായിട്ടുള്ള ആവശ്യകതയുണ്ട്. അവിടെ നമുക്ക് പലപ്പോഴും സൈക്യാട്രിക് മെഡിസിൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള മനോരോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നത് ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അത് നല്ലതല്ല, ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഒരു തോന്നലിൻ്റെ ആവശ്യമില്ല. ഏതൊരു രോഗത്തിനും മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങൾക്കും മരുന്നുകൾ എടുക്കേണ്ടി വരുന്ന സ്ഥിതിയിൽ മരുന്നുകൾ എടുക്കേണ്ടുന്നത്. അവിടെ നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്യുകയും ചെറുതായിട്ടെങ്കിലും സിംറ്റംസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ ഈ മരുന്ന് പൂർണ്ണമായും നിർത്താതെ റിവ്യൂ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഡോക്ടറുടെ അഭിപ്രായപ്രകാരം മാത്രം മരുന്ന് പതിയെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മാർഗം. ഇനി മരുന്ന് മാത്രമാണോ വിഷാദത്തിനുള്ള ചികിത്സ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ നമുക്ക് സൈക്കോതെറപ്പീസ്, പ്രത്യേകിച്ച് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി പോലെയുള്ള സൈക്കോതെറപ്പീസ് നമുക്ക് ഡിപ്രസീവ് പേഷ്യൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് സാധാരണ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. അത് എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ എങ്ങനെ നമുക്ക് വികാരങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ് നമുക്ക് സങ്കടം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് ഇത് മാത്രമേ സൊല്യൂഷനുള്ളൂ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് കൊണ്ടുവന്ന് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവിടെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഈ CBTയുടെ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തെറപ്പിയാണ്.